ശ്ലോകം 9. പ്രബുധിതാനഥ, ഉണർന്നു. ആ ചൂട് തട്ടി എല്ലാവരും ഉണർന്നു. പാലയ പാലയ, ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചാലും. ഇതി ഉദയദാർത്തരവാൻ പശുപാലകാൻ, എല്ലാവരും എണിച്ച് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ദുഃഖത്തോടുകൂടി അവരുറക്കെ പറയുണ്ടായി. ഭഗവാൻ ഉണർന്നു. അവിതും ആശുപപാതമഹാനലം, അവരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആ അഗ്നിയെ മുഴുവൻ കുടിച്ചു. പപാത, പാനം ചെയ്തു, കുടിച്ചു. അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഇതിലെന്താ അതിശയമായിട്ടുള്ളത്? കിംഹ ചിത്രം, ഭഗവാൻ അഗ്നിയെ കുറിച്ചതിൽ എന്താ ആശ്ചര്യം? അയം ഖലു തേ മുഖം, ഈ അഗ്നി അങ്ങയുടെ മുഖത്തു നിന്ന് വന്നാണ്. മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച, വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഭഗവാന്റെ മുഖത്തിൽ നിന്നാണ് ഇന്ദ്രനും അഗ്നിയും വന്നിരിക്കുന്നത്. അപ്പോൾ തൻ്റെ മുഖത്തിൽ നിന്ന് വന്നിട്ടുള്ളതായ ആ അഗ്നിയെ തൻ്റെ ഉള്ളിലേക്ക് വലിച്ചു, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ഓരോ അവയവങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണോ ഗോപന്മാരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിച്ചത്, ഉദയ ആർത്തരവാൻ, എന്തെന്നില്ലാത്ത ദുഃഖത്തോടുകൂടി അവർ ശബ്ദം പുറപ്പെടുവിച്ചു. പശുപാലകാൻ, എല്ലാവരും. നമ്മളും ഇതാണ്. എന്ത് ദുഃഖമുണ്ടെങ്കിലും ഭഗവാനെ വിളിച്ച് കരഞ്ഞോളൂ. മനസ്സ് ശുദ്ധമായവരെ ഭഗവാൻ രക്ഷിക്കാൻ വരും. അശുദ്ധമായ മനസ്സുള്ളവർക്ക് ഇതാവില്ല. അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ പാപമുണ്ട്, അത് അനുഭവിക്കേണ്ടി വരും. മനസ്സെപ്പോഴും ശുദ്ധമാക്കി വയ്ക്കുക, ആ ഭഗവത് ചിന്ത നിലനിർത്തുക. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. അവരെ ഭഗവാൻ രക്ഷിക്കണം. അവരെ അവിധം രക്ഷിക്കാൻ വേണ്ടി ആശുപപാത മഹാനലം, ആ അഗ്നിയെ ഭഗവാൻ തൻ്റെ മുഖത്തിലേക്ക് വലിച്ചു. അവിടെ മേൽപ്പത്തൂർ പറയണ കിമിഹ ചിത്രം, ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അയം ഖലുതേ മുഖം, ഈ അഗ്നി ഭഗവാന്റെ മുഖമാണ്. അതായത് മുഖത്ത് നിന്നാണ് അഗ്നി പുറപ്പെട്ടിരിക്കുന്നത്. ആ മുഖത്തിലേക്ക് അങ്ങോട്ട് വലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്ലോകം 10. മേൽപ്പത്തൂര് ഭാഗത്തിലൊന്നും ഇല്ലാത്തത് ആണ് പറയുന്നത്. ശിഹിനി വർണ്ണതയേവ ഹി പീതത, പീതത എന്നുള്ള വാക്കിൻ്റെ ശ്ലേഷാർത്ഥം എന്ന് പറയും. രണ്ടർത്ഥം ആണ് ശ്ലേഷാർത്ഥം. പീതത മഞ്ഞ നിറം ഒരർത്ഥം, പീതത കുടിക്കപ്പെട്ടു രണ്ടാമത്തെ അർത്ഥം. ശിഖിനി അഗ്നി, ശിഖി അഗ്നി, അഗ്നിയിൽ വർണ്ണതയായവ, നിറം കൊണ്ട് മാത്രമാണ് പീതത. അഗ്നിയുടെ നിറം മഞ്ഞ നിറം. ഇത്ര കാലം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ പരിലസത്യധുന ക്രിയ അഭി, മേൽപ്പത്തൂർ പറയുകയാണ്, ഇപ്പോൾ ക്രിയ കൊണ്ടും പീതതയുണ്ടായിരിക്കണം. എന്താ ക്രിയ? പീതത, പാനം ചെയ്യപ്പെട്ടു. അഗ്നിയെ ഭഗവാൻ പാനം ചെയ്തു. അതാണ്. അപ്പോൾ പീതത എന്നുള്ളതിൻ്റെ ആ ശ്ലേഷാർത്ഥം. ഒരർത്ഥം മഞ്ഞ, അത് നേരത്തെ തന്നെ അറിയാം. ഇപ്പോൾ അത് കുടിച്ചു. ഈ സംഭവത്തിന് ശേഷം ഭഗവാൻ അത് കുടിച്ചു. അപ്പോൾ അതും പീതതയാണ്. അങ്ങനെ രണ്ട് വിധത്തിൽ, നിറം കൊണ്ട് പീതത, കർമ്മം കൊണ്ടും പീതത. ഇതിനുത പശുപൈഹി എന്ന് ആ ഗോപന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. മുദിതൈഹി
സന്തോഷത്തോടുകൂടി ഉണ്ണിയെ എടുത്തുകൊണ്ട് അവർ പോവുകയാണ്. ഹേ ഭഗവൻ, ഹര ഹരേ ദുരിതൈ സഹമേ ഗതൻ, ഞങ്ങളുടെ രോഗങ്ങളെ മുഴുവൻ നശിപ്പിക്കണമേ. ഹേ ഹരേ, അല്ലയോ വിഷ്ണു, ഞങ്ങളുടെ രോഗങ്ങളെ മുഴുവൻ നശിപ്പിക്കണമേ. എങ്ങനെ നശിപ്പിക്കണം? ദുരിതൈ സഹ, ദുരിതങ്ങളോടുകൂടി നമസ്കരിക്കണം, നശിപ്പിക്കണം. നമ്മൾ പൂജ നടത്തുന്നു. ആ പൂജ ചെയ്യുന്ന സമയത്ത് ഒരു ശർക്കര കഷ്ണം ആ പൂക്കളുടെ ഇടയിൽ വീണു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു താര, ഉറുമ്പിൻ്റെ താര കാണാം അവിടെ. നമ്മൾ ചൂലെടുത്ത് ആ ഉറുമ്പിൻ്റെ താരയെ മുഴുവൻ അങ്ങനെ അടിച്ചു കളയുന്നു. ഈ ശർക്കര കഷ്ണം നമ്മൾ കാണുന്നില്ല. അതുപോലെയാണ് ഈ ദുരിതങ്ങൾ. ആ ദുരിതം, ആ ശർക്കര കഷ്ണം, അതുകൊണ്ട് വരുന്നതായ രോഗങ്ങൾ, അതാണ് ഉറുമ്പുകൾ. ഉറുമ്പുകളെ അടിച്ചു കളഞ്ഞു, പക്ഷേ ആ ശർക്കര കഷ്ണം അവിടെ കിടക്കണു, വീണ്ടും വരും. അപ്പോൾ എന്തു ചെയ്യണം? ആദ്യം ഏതിൽ നിന്നാണ് ഇതുണ്ടായത്, കാരണം ഏതാണ്? ശർക്കര കഷ്ണം. ആ ശർക്കര കഷ്ണം എടുത്ത് അവിടെ വൃത്തിയാക്കിയാൽ മതി, രോഗങ്ങളെല്ലാം പോകും. ആ ദുരിതം, അതുകൊണ്ട് അതാണ് ദുരിതൈസഹ, ദുരിതത്തോടുകൂടി ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റണമേ. രോഗങ്ങൾ വരാൻ കാരണം ദുരിതമാണ്. ആ ദുരിതത്തിനെ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ ദുരിതം ചെയ്യാതിരിക്കണം. അതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സമയത്ത്, അപ്പോഴേക്കാണ് ദുരിതം വരുന്നത് പല വിധത്തിൽ. ഹേ ഭഗവൻ, മേൽപ്പത്തൂര് പറയുകയാണ്, ഹേ വിഭോ സർവവ്യാപിയായവനെ. ഇത് ഗോപന്മാർ പറയുന്നതായിട്ട് അത് മുനി പറയുകയാണ്. ശിഖിനി വർണ്ണതയേവ പീതത, ഈ അഗ്നിയിൽ നിറം കൊണ്ട് പീതത ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, മഞ്ഞ നിറമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അധുനാ ക്രിയയാപി അസൗ പരിലസതി, ക്രിയ കൊണ്ടും പീതത കുടിക്കപ്പെട്ടു ആണ്. പീതത എന്ന വാക്കിൻ്റെ രണ്ടർത്ഥം, മഞ്ഞ നിറം, പിന്നെയോ കുടിക്കപ്പെട്ടത് പീതത എന്ന് പശുപന്മാർ, ഗോപന്മാർ പറഞ്ഞു. നുത പശുപൈഹി, അവർ പോകുന്നതായ സമയത്ത് എങ്ങനെ പോണ? മുദിതൈഹി, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി. നമ്മുടെ കൃഷ്ണൻകുട്ടി അഗ്നി കുടിച്ചു എന്നുള്ള സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞു പോണത്. ഹേ ഭഗവൻ, അങ്ങ് ഞങ്ങളുടെ ദുരിതൈഹി സഹ ഗതാൻ ഹര, ഗതാൻ രോഗങ്ങളെ, വെറും രോഗം കളഞ്ഞാൽ പോരാ, ഉറുമ്പുകളെ മാത്രം എടുത്ത് കളഞ്ഞാൽ പോരാ, ശർക്കര കഷ്ണത്തിനെ എടുത്ത് കളയണം. എന്തുകൊണ്ട് നമുക്ക് രോഗങ്ങൾ വരുന്നു? പല ദുരിതങ്ങൾ ചെയ്താണ്. അപ്പോൾ ദുരിതത്തോടു കൂടി രോഗങ്ങളെ മാറ്റിത്തരണേ എന്നുള്ളതായ പ്രാർത്ഥന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ജ്ഞാനാനന്ദ സരസ്വതിയുടെ സമ്പൂർണ്ണ ഭാഗവത രഹസ്യം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ഇതിൻ്റെ തത്വത്തെക്കുറിച്ച് പറയുകയാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അങ്ങനെ 7 ചക്രങ്ങൾ, 6 സാധാരണ പറയുക. ആജ്ഞ കഴിഞ്ഞ് സഹസ്രാരത്തിലേക്ക് പോകുന്നു. അത് നമ്മുടെ ഉള്ളിലുണ്ട്. സഹസ്രാരം ശിരസിൻ്റെ മുകളിൽ അറ്റമാണ്. അവിടുന്ന് മൂലാധാരം താഴത്ത്, ഈ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാളിന്തി നദി സഹസ്രാരത്തിൽ നിന്ന് ഇവിടെയാണ് ആദിത്യമണ്ഡലം. ഈ ഭാഗം
എപ്പോഴും സൂര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എപ്പോഴും ഈ ഭാഗം സൂര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം, സൂര്യരശ്മികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കിഴക്കോട്ട് തല വയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. കിഴക്കുന്നാണല്ലോ രശ്മികൾ വരിക, ആ രശ്മികൾ ശരിക്കും ഇവിടെ തട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂര്യരശ്മികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇതിനെ ആദിത്യമണ്ഡലമായിട്ട് കണക്കാക്കണം. ആ ആദിത്യമണ്ഡലത്തിൽ നിന്നാണ് ഈ ആദിത്യൻ്റെ പുത്രിയായിരിക്കുന്ന കാളിന്തി. കാളിന്തി സൂര്യൻ്റെ പുത്രിയാണ് കാളിന്തി. ആ പുത്രി താഴോട്ട് ഒഴുകുകയാണ്. നദികൾ ഒഴുകി എവിടെ പോവും? സമുദ്രത്തിൽ പോവും. ഇവിടെ സമുദ്രമാണ് മൂലാധാരമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. സഹസ്രാരത്തിൽ നിന്ന് ഒഴുകി താഴോട്ട് വരികയാണ്. താഴോട്ട് വന്ന് ആ മൂലാധാരത്തിൽ പോകണം. കുണ്ടലിനി ശക്തി ഈ മൂലാധാരത്തിൽ നിന്നാണ് മുകളിലേക്ക് വരുന്നത്. ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു മാർഗമാണത്. ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുക്കുക. അത് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് വരും, അവിടുന്ന് മണിപൂരകത്തിലേക്ക് വരും, അവിടുന്ന് അനാഹതം, വിശുദ്ധി, ആജ്ഞ. ആജ്ഞ എന്ന് പറയുന്നതാണ് ഭ്രൂമധ്യം. അവിടുന്ന് അത് സഹസ്രാരത്തിലേക്ക് പോകുന്നു. ഈ കാളിയൻ എവിടെയാണ് വസിക്കുന്നത്? ഹൃദയമാകുന്ന കയത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ ഹൃദയം വിഷം കൊണ്ട് നിറഞ്ഞതായി. എപ്പോൾ കാളിയൻ ഹൃദയത്തിൽ വസിച്ചുവോ നമ്മുടെ ഹൃദയം വിഷം കൊണ്ട് നിറഞ്ഞു. എന്താ വിഷം? രാഗദ്വേഷങ്ങൾ, കാമക്രോധാദികൾ. ആ കാളിയനെ അവിടുന്ന് അകറ്റണം. കാളിന്തി ജലത്തിനെ അമൃതമയമാക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ കാളിയനെ അവിടുന്ന് അയച്ചത്. നമ്മളുടെ ഹൃദയം പരിശുദ്ധമാകണം. ഈ നദി, കാളിന്തി നദി ഇവിടുന്ന് പുറപ്പെടുന്നത് അത് പരിശുദ്ധമായിട്ട് ശരീരം മുഴുവൻ ഒഴുകണം. എന്നാൽ കാളിയൻ എങ്ങനെയാണ്? ഞാനെന്നും എൻ്റേതെന്നുള്ള അഹങ്കാരമുള്ള ആളാണ്. അത് പാടില്ല. ഞാൻ എൻ്റേത് എന്നുള്ളതായ അഹങ്കാരം, അഹന്ത മമത, അത് രണ്ടും കളഞ്ഞ് എപ്പോൾ ഈ ഹൃദയം പരിശുദ്ധമാകുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചിന്ത വരും? ഈശ്വരൻ, ഈശ്വരൻ്റേത്. എന്തെന്ത് നമ്മൾ നേടിയോ ഈശ്വരൻ്റെ. ആര് നേടുന്നു? ഈശ്വരൻ, ഞാനല്ല. നമ്മൾ ഞാൻ നേടി എന്ന് പറയില്ലേ? ഇല്ല. ഇപ്പോൾ ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ പറയാം, വിരോധമില്ല. പക്ഷെ അപ്പോൾ ഒക്കെ ഓർമ്മ വേണം മനസ്സിൽ, ഈശ്വരനാണ് നേടിയത്. ആരാ ഈശ്വരൻ? ആത്മാവ്. ആത്മാവ് ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്, ഈ ഹൃദയത്തിലിരിക്കുന്നത്. ആ ഭഗവാനാണ് എല്ലാം നേടുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ ഹൃദയത്തിന് പരിശുദ്ധമാകണം. കാമാദികളെ അവിടുന്ന് പമ്പ കടത്തണം എന്ന് നമ്മൾ പറയില്ലേ? അതാണ് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംഭ, അസൂയാദികൾ, രാഗദ്വേഷങ്ങൾ, അവയൊക്കെ അവിടുന്ന് ഇതാക്കി ഈ ഹൃദയത്തിനെ പരിശുദ്ധമാക്കുകയാണ്. അതാണ് കാളിന്തിയിൽ നിന്ന് കാളീനെ ഓട്ടിക്കുന്നതിൻ്റെ തത്വം.